കോഴിക്കോട് കെഎസ്ആർടിസിയിൽ ബസ് നിയന്ത്രണം വിട്ട് പുഴയിലേക്ക് മറിഞ്ഞ വലിയ അപകടമുണ്ടായിരിക്കുന്നു. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. കോഴിക്കോട് തിരുവമ്പാടി പുല്ലൂരാമ്പാറയ്ക്ക് സമീപം കാളിയാമ്പുഴയിലേക്കാണ് കെഎസ്ആർടിസി ബസ് മറിഞ്ഞത്. ബസ്സിലുണ്ടായിരുന്ന കെഎസ്ആർടിസി കണ്ടക്ടർക്കും ഡ്രൈവർക്കും ഒപ്പം മറ്റ് യാത്രക്കാർക്കുമാണ് പരിക്കേറ്റത്. ബസ് റോഡിൽ നിന്ന് നിയന്ത്രണം വിട്ട് പുഴയിലേക്ക് കീഴ്മേൽ മറിയുകയായിരുന്നു. ബസിന്റെ മുൻഭാഗത്തിരുന്ന 3 പേർക്ക് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റതായാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. ഇതിൽ ഒരു സ്ത്രീ മരിച്ചു എന്നുള്ള ദുഃഖകരമായ വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇന്ന് ഉച്ചയോടുകൂടി 1:30 ഈ അപകടം ഉണ്ടായത്. ഈ വലിയ അപകടം ഉണ്ടായത് പുഴയോട് ചേർന്ന് കീഴ്മേൽ മറിഞ്ഞ നിലയിലായിരുന്നു കെഎസ്ആർടിസി ബസ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്നത് വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. അപകടത്തെ തുടർന്ന് ബസിന്റെ മുൻഭാഗം പൂർണ്ണമായും പുഴയിൽ മുങ്ങിപ്പോയതായാണ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. കൈവരികളോ സുരക്ഷാ ബാരിക്കേഡുകളോ ഇല്ലാത്ത പാളത്തിൽ നിന്നാണ് ബസ് പുഴയിലേക്ക് മറിഞ്ഞതെന്നാണ് ദൃക്സാക്ഷികളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. പാലത്തിനോട് ചേർന്നുള്ള കലുങ്കിലിടിച്ച് ബസ് നിയന്ത്രണം വിട്ട് പുഴയിലേക്ക് മറിയുകയായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. അപകടം നടന്ന ഉടനെ തന്നെ ബസ്സിലുണ്ടായിരുന്ന മുഴുവൻ പേരെയും പുറത്തെത്തിക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും ചേർന്നാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്. 4ഓളം പേരെ പുഴയിൽ നിന്നാണ് രക്ഷപ്പെടുത്തിയതെന്നാണ് അറിയാൻ സാധിച്ചത്. ബസിന്റെ മുൻഭാഗത്തിനും പുഴയ്ക്കും ഇടയിൽ കുടുങ്ങിയവരെ ഏറെ ശ്രമകരമായാണ് പുറത്തെടുത്തത്. ഹൈഡ്രോളിക് കട്ടർ ഉൾപ്പെടെ ഉപയോഗിച്ച് ബസിന്റെ ഭാഗങ്ങൾ നീക്കിയ ശേഷമാണ് ചിലരെ നേരത്തെ പുറത്തെടുത്തത്. പുഴയിലേക്ക് വീണ ബസ് ക്രെയിൻ ഉപയോഗിച്ച് പുറത്തേക്ക് കയറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. സ്ഥലത്ത് ഇപ്പോഴും ഊർജ്ജസ്വലമായ രീതിയിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. അപകടത്തിന്റെ കാരണം എന്തെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും മുത്തപ്പൻ പുഴയിൽ നിന്ന് തിരുവമ്പാടിയിലേക്ക് പോകുന്ന കെഎസ്ആർടിസിയുടെ ഓർഡിനറി ബസ്സാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടതെന്നാണ് മനസ്സിലാക്കുന്നത്. 40ഓളം പേർ 40നും 50നും ഇടയിൽ ആളുകൾ ആ ബസ്സിലുണ്ടായിരുന്നു എന്നാണ് സാക്ഷികൾ പറയുന്നത്. ബസ്സിൽ ഒരാൾ കുടുങ്ങിക്കിടക്കുന്ന സംശയത്തെ തുടർന്ന് രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ അറിയാൻ സാധിച്ചത്. എന്തായാലും പരിക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും തിരുവമ്പാടിയിലെയും മുക്കത്തെയും ആശുപത്രികളിലേക്ക് കൊണ്ടുപോയെന്നറിയുന്നു. ഇതിൽ രാജേശ്വരി എന്നൊരു സ്ത്രീ മരിച്ചു എന്നുള്ള ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട്. ഒപ്പം 3 പേർക്ക് ഗുരുതര പരിക്കുണ്ട് എന്നുള്ള വിവരങ്ങളും ലഭിക്കുന്നു. എന്തായാലും ഇപ്പോഴും സ്ഥലത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. എം.എസ്. അനീഷ് കുമാർ തുടരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അനീഷ്, ബസ് പൂർണ്ണമായും ഉയർത്തിയാൽ മാത്രമേ ബസ്സിനടിയിൽ ആരെങ്കിലും ഉണ്ടോ, ഇനി അതല്ല ബസ് നിന്ന ഭാഗത്ത് പുഴയുടെ അടിയിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നറിയാൻ സാധിക്കുകയുള്ളൂ. എന്താണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം? ബസ് ഉയർത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ട് കാണുമല്ലോ അല്ലേ? തീർച്ചയായും ബസ് ഉയർത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അപകടം നടന്നപ്പോൾ തന്നെ നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും ഒക്കെ സ്ഥലത്തെത്തുകയും ഈ ഹൈഡ്രോളിക് കട്ടറുകളും ഒപ്പം ഈ ട്രെയിനും ഉപയോഗിച്ച് വടങ്ങൾ ഉപയോഗിച്ച് ബസ് പുഴയിൽ നിന്നും ഉയർത്താനുള്ള നീക്കങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പുഴയിൽ കൂടുതൽ ആളുകൾ ഒരുപക്ഷെ കുടുങ്ങിക്കൊണ്ടോ എന്ന് ഈ ബസ് പൂർണ്ണമായും പുറത്തെത്തിച്ച ശേഷമേ അറിയാൻ കഴിയൂ എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം വഴിയിലൂടെ പോയ ബസ് നിയന്ത്രണം വിട്ട് പുഴയിലേക്ക് മറിഞ്ഞു. തലക്കീഴായാണ് ബസ് മറിഞ്ഞത്. ഡ്രൈവറും കണ്ടക്ടറും ഒപ്പം ഉള്ള ആളുകളും അങ്ങനെ മുൻവശത്ത് നിന്ന ആളുകളാണ് കൂടുതൽ ഈ പരിക്ക് പറ്റിയ ആളുകളിൽ ഉൾപ്പെടുന്നത്. 3 പേരുടെ നില ഇപ്പോഴും അതീവ ഗുരുതരമായി തുടരുകയാണ്. തിരുവമ്പാടി സ്വദേശിനിയായ രാജേഷിനി എന്ന 61 വയസ്സുകാരിക്ക് ദാരുണമായ അന്ത്യം സംഭവിച്ചിരിക്കുന്നു എന്ന വിവരവും നൽകാൻ കഴിയുന്നുണ്ട്. അപകടം നടന്നപ്പോൾ തന്നെ വളരെ പെട്ടെന്ന് നാട്ടുകാർ അവിടേക്ക് എത്തുകയും ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളും ആരംഭിച്ചു. തൊട്ടു പിന്നാലെ ഫയർഫോഴ്സും പോലീസും ഒക്കെ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടപ്പുണ്ടോ എന്ന സംശയം ഇപ്പോഴുമുണ്ട്. അതും പൂർണ്ണമായും ദൂരീകരിക്കപ്പെട്ടിട്ടില്ല എന്ന വിവരങ്ങൾ തന്നെയാണ് നമുക്ക് നൽകാൻ കഴിയുന്നത്. 40 മുതൽ 50 വരെ യാത്രക്കാർ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു. വളരെ തിരക്കേറിയ ഒരു സമയമായിരുന്നു ഈ അപകടം നടന്ന സമയം. ബസ് റോഡിൽ നിന്നും തെന്നി വീണ ബസ് ഈ കാളിയാമ്പുഴയിലേക്ക് മറിയുകയായിരുന്നു. നിയന്ത്രണം വിട്ടാണ് ബസ് മറിഞ്ഞതെന്ന ഒരു വിലയിരുത്തലാണുള്ളത്. പക്ഷെ എന്താണ് അപകടത്തിലേക്ക് നയിച്ച കാരണം എന്നതിനെ കുറിച്ച് ഇപ്പോഴും കൃത്യമായൊരു വ്യക്തത വന്നിട്ടില്ല. ഒപ്പം ഈ കൈവരികളോ സുരക്ഷാ ബാരിക്കേഡുകളോ ഇല്ലാത്ത ഭാഗത്തു നിന്നാണ്, പാലത്തിൽ നിന്നാണ് ബസ് പുഴയിലേക്ക് മറിഞ്ഞതെന്ന് ചില ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. എന്തായാലും ഉടൻ തന്നെ ബസ്സിലുണ്ടായിരുന്ന ഏറെ ആളുകളെയും പുറത്തെത്തിക്കാൻ കഴിഞ്ഞതാണ്
ഒരു വലിയ അപകടം അല്ലെങ്കിൽ ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് ഒഴിവാകാൻ കഴിഞ്ഞത്. എങ്കിലും സ്വാഭാവികമായി തന്നെ ബസ്സിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളുണ്ടായിരുന്നു. പുഴയിലേക്ക് തല കീഴായി മറിഞ്ഞ ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെ അത്തരത്തിലും ആളുകൾ ഉണ്ടായ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് കുറച്ചധികം പേർക്ക് കാര്യമായ പരിക്കുകൾ പറ്റിയിരിക്കുന്നത്. ഈ പരിക്കേറ്റ ആളുകളെ കോഴിക്കോട്ടെയും മുക്കത്തെയും തിരുവമ്പാടിയിലും ഒക്കെ സ്വകാര്യ ആശുപത്രികളിലും സർക്കാർ ആശുപത്രികളിലും ഒക്കെ കൊണ്ടുപോയിരിക്കുന്നു. അവിടെ ആ മറ്റ് ആശുപത്രികളിൽ നിന്നുള്ള ഒരു സംയോജിതമായ വിവരങ്ങൾ, ഒരു ക്രോഡീകരിച്ചുള്ള വിവരങ്ങൾ അല്പസമയത്തിനുള്ളിൽ നമുക്ക് അറിയാൻ കഴിയും. എത്ര പേർ അപകടത്തിൽപ്പെട്ടു, എത്ര പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു, ഏതൊക്കെ ആശുപത്രികളിൽ ഏതൊക്കെ ഇടങ്ങളിലായാണ് ആളുകളെ പ്രവേശിച്ചിരിക്കുന്നത് എന്ന വിവരങ്ങളൊക്കെ അല്പസമയത്തിനകം അറിയാൻ കഴിയും. എന്തായാലും തല കീഴായി പുഴയിലേക്ക് മറിഞ്ഞ ബസ് ഉയർത്തുന്നതിനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് സാഹചര്യം. വലിയ അപകടമാണ് ഉണ്ടായത്. ആ ദൃശ്യങ്ങളേറെ നടുക്കുന്നതാണ്. ആ ബസ് പൂർണ്ണമായും ആ പുഴയിലേക്ക് കൂപ്പുകുത്താതിരുന്ന നാട്ടുകാരുടെയും നമ്മുടെയും ഒക്കെ ഭാഗ്യമെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രമാത്രം വലിയ അപകടത്തിൽ നിന്നാണ് തലനാരിലേക്ക് അത്രയും ആളുകൾ രക്ഷപ്പെട്ടത് എന്ന് പറയാം. വലിയ ദുരന്തമുണ്ടാവേണ്ടിടത്താണ് ഭാഗ്യം തുണച്ചത്. എന്തായാലും ഇപ്പോൾ നിരവധി ആളുകൾ ആശുപത്രിയിലുണ്ട്. അതിൽ അപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിച്ച ഒരാളുടെ പ്രതികരണം ലഭിച്ചിട്ടുണ്ട്. ആ പ്രതികരണത്തിലേക്ക് ബസ് ആനിക്കാമ്പലം തിരുവമ്പാടിക്ക് വരുമായിരുന്നു. വരുന്ന വഴി കാളിയാമ്പഴം എത്തുന്നതിന് മുമ്പുള്ള കല്ലിന്റെ സൈഡിൽ ഇടിച്ചിട്ട് പുഴയിലോട്ട്. വണ്ടിക്ക് സൈഡ് കൊടുത്താണോ? അല്ല, വണ്ടിക്ക് സൈഡ് കൊടുത്ത കണ്ടില്ല. വേറെ വണ്ടി ഒരുപാട് യാത്രക്കാരുണ്ടായിരുന്നോ? എല്ലാ സീറ്റിലും ആളുണ്ടായിരുന്നു. സീറ്റ് ഉണ്ടായിരുന്നു അല്ലേ? എം എസ് അനീഷ് കുമാർ തുടരുന്നുണ്ട്. അനീഷ്,